ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയുകൊണ്ടാണ് അത് എടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് നിങ്ങളിപ്പോൾ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് അറിയില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്നൊരവസ്ഥയാണ്, ആകെ നിങ്ങളെ ബുദ്ധിമുട്ടിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 2 of Pentacles, 10 of Pentacles, Page of Pentacles, മൊത്തം Pentacles ആണ്. 7 of Swords, 6 of Pentacles, Emperor, 3 of Wands, 4 of Swords, the Fool, King of Pentacles. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജീസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് സോഡ്സ്, നമുക്ക് 3 ഓഫ് സോഡ്സ്. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഇനി നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫൈനൽ കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. 3 ഓഫ് സോഡ്സ് എനർജിയാണ്, ഹാർട്ട് ബ്രേക്കാണ്. അത്രയേറെ വേദനാജനകമായിട്ട് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അത്രയേറെ ഒരു മാനസിക വിഷമം നിങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ ഹൃദയം കീറി മുറിച്ച പോലെയുള്ള പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്രയേറെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വേദന നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഇതിനകത്ത് ഒറ്റ കപ്സിൻ്റെ എനർജി പോലും വന്നിട്ടില്ല. കപ്സ് എന്ന് പറയുന്നത് തന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഒക്കെ കാണിക്കുന്നൊരു സംഗതിയാണ്. ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളില്ല. ദാറ്റ് മീൻസ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് എന്ന് പറയുന്നത് കറൻ്റ്ലി ഇമോഷണലി യാതൊരു അറ്റാച്ച്മെൻറ്റും കാണിക്കാത്ത വ്യക്തികളുടെ ഒരു സ്പ്രെഡാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചില കേസിൽ നമ്മളുടെ പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണാറുണ്ട്. ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല, എങ്കിൽ പോലും മാനസികമായിട്ട് അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹം, ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു സ്പ്രെഡിനകത്ത് അങ്ങനൊരു സംഗതിയെ നമുക്ക് കണ്ടു കിട്ടാനില്ല. മാത്രമല്ല നിങ്ങൾ അത്രയും മാനസികമായിട്ട് തകർന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അത്രമേൽ വേദനിപ്പിച്ചു കഴിഞ്ഞു എന്നും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഏതൊക്കെയോ കാര്യത്തിന് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് വിടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവർ വളരെ നമ്മൾ ഈ കട്ടിക്കിടിച്ച് അനങ്ങൂല എന്നൊക്കെ പറയില്ലോ, അതുപോലെ ഇരിക്കുന്ന ഒരു പേഴ്സണാണ്. ഒട്ടും ഈ ഒരു പേഴ്സൺ വഴങ്ങുന്ന ഒരു ടൈപ്പിലല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് വളരെ സ്റ്റബേണായിട്ട് ഒരു പിടിവാശിയൊക്കെ പിടിച്ചിരിക്കുന്ന പോലത്തെ അവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവാം. കുറച്ചെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഓവർകം ചെയ്യാം. പക്ഷെ നമ്മളുടെ അടുത്ത് തീർത്തും ഒരു എന്താ പറയുക, ഒരു മൊരടൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. അങ്ങനെയുള്ളൊരു രീതിയിൽ സ്റ്റബേണായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇത് ചിലരെ സംബന്ധിച്ച് ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ വ്യക്തി ആ ഒരു കടുംപിടുത്തത്തിലിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെയുള്ള ഈ ഒരു എനർജീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ആ ഒരു എംപറർ എനർജി, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം ആ ഒരു സിംഹാസനത്തിൽ നിന്ന് അനങ്ങാതെ ഇരിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ്. എന്നാൽ ഇവർക്കൊക്കെ ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഈഗോയും കാര്യങ്ങളും ഉള്ള വ്യക്തികളാണ്. ചിലപ്പോൾ ഫിനാൻഷ്യലി വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പണം, അധികാരം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവരിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഹങ്കാരം, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ഒക്കെ നമുക്കവിടെ ആ ഒരു സ്റ്റബേൺനെസ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാണ്. കണ്ടില്ലേ? നിങ്ങളുടെ ഒരു ഫുൾ കോൺസെൻട്രേഷനും ഇവിടെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ തോട്ട്സ് പോലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം റെപ്രസെൻ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി ഈ മാനിൻ്റെ പുറകെ ഓടാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ചെന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നിൽക്കുന്നില്ല. ഒരു മരീചിക പോലെ നമ്മളവിടെ കാണുകയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ അതിൻ്റെ പുറകെ പോകണം. ഈ പറഞ്ഞതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഓടി ഓടി നടക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടി ഓടിയായിരിക്കാം നിങ്ങളിവിടെ തളർന്നിരിക്കുകയാണ്. ഇതിനകത്തൊന്നും നടക്കുന്നില്ല. ഗിവ് ആൻഡ് ടേക്കോ സംഗതികളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങളിവിടെ ആകെ ഫെഡപ്പായിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് മടുത്തിട്ടുണ്ടാവാം. പക്ഷെ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ തിരിച്ചടി കിട്ടിയാലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളുടെ എനർജിയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണിന് വേണ്ടി ഇപ്പോൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സന്തോഷങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ മാറ്റി വെക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്തുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലായിട്ടിരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ സന്തോഷം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ഇപ്പം നമ്മൾ പറയുന്നത് പോലെ നമ്മളിലേക്ക് ഒരു ചെറിയ സന്തോഷം വരികയാണെന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനും അത് ഉൾക്കൊള്ളാനും, അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന് നമ്മൾ ആ ഒരു യൂണിവേഴ്സിനോട് നന്ദി പറയുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും അതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരിക. പക്ഷെ നമുക്ക് ചില രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ കിട്ടുമ്പോഴും നമ്മൾ പറയുകയാണ്, ഇല്ല എനിക്കതൊന്നും വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്ന ഇന്നൊരു കാര്യമുണ്ട്, അത് നടന്നാലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ, ഇതൊന്നും എൻ്റെ കണക്കിൽ സന്തോഷമായിട്ട് ഞാൻ കൂട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് വരാൻ ഒരുങ്ങുന്ന ആ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പിടിവാശി എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റിവിറ്റീനെ ഒഴിവാക്കി വിട്ടിട്ട് നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പറഞ്ഞൊരു എനർജിയും വേണമെങ്കിൽ നമുക്കിവിടെ കാണാം. അതായത് നിങ്ങൾക്ക് വേറെ പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ ഫുൾ ഇതിനകത്ത് ഈ ഒരു പേഴ്സണെ മാത്രം, അല്ലെങ്കിൽ ഇവരാണ് ലോകം എന്നും പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മെൻ്റലി അത്രത്തോളം അപ്സെറ്റ് ആണ്. ചിലപ്പോൾ ഇത് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ. കുറച്ച് പേർക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്. ആർക്കൊക്കെയാണെന്നുള്ളത് അറിയില്ല. ആരാണെന്നുണ്ടെങ്കിലും വളരെയധികം സങ്കടത്തിലും വിഷമത്തിലും മാനസിക ദുഃഖത്തിലും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പാളിപ്പോയിട്ടുണ്ടാവും. ഇനി ചിലവരുണ്ട് ഇപ്പോൾ പേഴ്സണായിട്ട് പിരിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ബെഗ് ചെയ്ത് പുറകെ നടക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് നോക്കുക. മെസ്സേജ് ഇട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് നല്ല റെസ്പോൺസ് ആയിരിക്കില്ല. അവിടെ നിന്ന് ചിലപ്പോൾ ചീത്തവിളിയായിരിക്കും കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പോകുന്ന അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യാണ്ട് മിണ്ടാതിരിക്കുന്നവരായിരിക്കും. ഒരു മെസ്സേജ് ഇടുമ്പോൾ ആൾ ബ്ലോക്കും കൂടി ചെയ്തു പോകും. പിന്നെ ഉള്ള ഒരു കണക്ഷനും കൂടി വിട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള ഒരു മാനസിക വിഷമത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് അവർ ചീറ്റ് ചെയ്തു എന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മറച്ചു വെച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ പുറത്തു കൊടുക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പേഴ്സണായിട്ടൊന്നും നല്ല രീതിയിൽ പോയി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അത്രയും ഒരു സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മൾ ഈ തൊടുന്നതെല്ലാം തലയിലാവുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും കുറച്ച് നാൾ മുൻപ് വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും പാളിപ്പോകുന്നൊരവസ്ഥ. ക്വിക്ക് ആക്ഷൻ എന്തെങ്കിലും നിങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിലും അതും അതിനേക്കാളും വലിയൊരു മണ്ടത്തരമായി പോകുന്ന അവസ്ഥ. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഫുൾ ഇപ്പോൾ ഈ ഒരു എനർജിയിലാണ്. മൊത്തത്തിൽ നിങ്ങൾ വീണ് കിടക്കുന്നു. നിങ്ങളുടെ മനസ്സിന് മുറിവേറ്റ് ആകെ ഈ ഒരു വ്യക്തിയായിട്ടത് എന്താ പറയുക, കുത്തിപ്പുണ്ണാക്കി എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്നൊരവസ്ഥയിലാണ്. പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരു കുലുക്കം ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്.
അവർ വളരെ അവരുടെ വിചാരിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങളുടെ കണ്ണീരോ വിഷമമോ ഒന്നും വലിയൊരു സംഗതിയായിട്ട് ഈ ഒരു പേഴ്സൺ എടുത്തിട്ടില്ല. നിങ്ങൾ ഇവരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇവിടെ ആ ഒരു 2 ഓഫ് പെന്റക്കിൾസ്, 3 ഓഫ് സോർഡ്സ് എനർജിയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും മറ്റൊരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രത്തോളം വിഷമത്തിലേക്ക് പോയതായിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്. പല റീസൺ ആവാം. പിന്നെ ഇവിടെ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ കരിയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ അവർക്ക് ഇമോഷൻസ് കുറച്ച് കുറവായിരിക്കും. കാരണം അവർ ഇമോഷൻസിനെക്കാളും വാല്യൂ കൽപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അവർ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലും ഒരു വ്യക്തി ഇമോഷണലും ആണെന്നുണ്ടെങ്കിലും മറ്റേ വ്യക്തിക്ക് ഈ ഒരു പേഴ്സണെ ഒരു ഇമോഷണൽ ഫൂൾ അല്ലെങ്കിൽ ഇമോഷണൽ ഇഡിയറ്റ് ആയിട്ടൊക്കെ തോന്നുള്ളൂ. ഇമോഷൻസ് കൊണ്ട് നടക്കുന്നവർക്ക് അറിയാം എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു വേദന എന്നുള്ളത്. പക്ഷെ മറ്റൊരാളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ അവർ ലഘൂകരിച്ച് കളയും. അപ്പോൾ ഈ പറഞ്ഞൊരവസ്ഥയൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് അതും ഇതിനകത്തൊരു വലിയൊരു ഫാക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മാനസികമായിട്ട് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ മാനസികമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഓക്കെ, എംബ്രസ് എനർജിയാണ്. 10 ഓഫ് എയർ, കിങ് ഓഫ് കപ്സ്, the star, messenger of air, 8 of fire, 10 of water. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് എംപ്രസ് എനർജിയാണ്. എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്ത് വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്റ്റക്കായിട്ട് മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജി എല്ലാം റിലീസ് ചെയ്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം, എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വളർച്ച മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു 10 ഓഫ് എയർ കാണാം. കാരണം അപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളിത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പെയിൻ ഉണ്ടാവാം. ഇതിൻ്റെ ഒരു പെയിൻഫുൾ എൻഡിങ് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു വേദനയായിട്ട് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു പെയിനായിട്ടുണ്ടാവും. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതിങ്ങനെ ആയല്ലോ അതിൻ്റെ ഒരു അവസാനം എന്ന് വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾ. പക്ഷേ എങ്കിലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ പറഞ്ഞു കപ്സ് എനർജി ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും അതിനകത്ത് കയറി വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറമുള്ള ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി വരും എന്നുള്ളത് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റാർ എനർജിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളോട് ഈ ഒരു അഹങ്കാരം കാണിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള റീകൺസിലിയേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണായിട്ട് നിങ്ങളിലേക്ക് റീകൺസിലിയേഷനായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫെയിം ആവുന്ന ഒരവസ്ഥ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കും, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ഈ ഒരു വ്യക്തി വന്നതോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായ നിരാശയോടുകൂടി നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം.
ചിലർ ഒരുപാട് കഴിവുള്ള വ്യക്തികളുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ അതൊന്നും ഉപയോഗിക്കാതെ സാധാരണമായിട്ട് അങ്ങോട്ട് കടന്നു പോകും. അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ള ഒരു രീതിയിൽ സ്വയം വിലകുറച്ച് കാണുന്ന ഒരവസ്ഥയൊക്കെ വരും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നു, ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ്, ഉന്നതി ഉണ്ടാവുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അംഗീകാരമായിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, ഇതെല്ലാം പല രീതിയിൽ കടന്നു വരുന്നൊരു സമയം നമുക്ക് കാണാം. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇവിടെ തിരിച്ചു വരുന്ന ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിങ് ഓഫ് വാട്ടർ എനർജി കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇവിടെ ഈ പുറത്ത് പോയി എന്ന് മനസ്സിലാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേഴ്സന്റെ മുമ്പിൽ കാണിക്കുന്ന ഷോ ഓഫ് അല്ല. മാനസികമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഇപ്പോൾ ചില കേസിൽ നമ്മൾ പറയാറുണ്ട് പേഴ്സണെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കംപ്ലീറ്റ്ലി പോകുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ ആ ഒരു ഇപ്പോൾ ഇമോഷൻസ് കാണിക്കാതെ സ്റ്റെബോൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് കടന്നു വരും എന്നുള്ളതാണ്. അതുപോലെ നമുക്കിവിടെ കാണാം ആ ഒരു മെസ്സഞ്ചർ ഓഫ് എയർ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അറിയാതിരുന്ന സത്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന ഒരവസ്ഥ. ഈ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു 10 ഓഫ് വാട്ടർ എനർജിയാണ്. കാരണം ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നിറവ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ആ ഒരു സമയം തിരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും കടന്നു വരുമ്പോൾ അവരിൽ നിന്നാണോ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ലൈഫ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴും ആ ഒരു 8 ഓഫ് ഫയർ എനർജിയാണ്. അതും ഒരു വളരെ ഒരു റാപ്പിഡ് ആക്ഷനാണത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആക്സിലറേറ്റഡ് മോഷൻ എനർജിയാണ് അതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷൻ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രോഗ്രസ്, നിങ്ങളുടെ കഴിവുകൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് പോകാൻ പറ്റുന്ന എനർജീസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ചിലവരെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും അവർ അവരുടെ കഴിവുകൾ പൊടി തട്ടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടന്ന വ്യക്തികളുണ്ട്. ചില കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവരായിരിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യം കൊണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ വന്ന് പെടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദുഃഖത്തിൽ എല്ലാം അവസാനിപ്പിച്ച മട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫോക്കസ് എന്താണോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സ്വപ്നങ്ങൾ എന്താണോ, അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ അത്രയും വിഷമിച്ച് ഇനി ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിൽ പോകുന്ന ഒരു വ്യക്തിയൊക്കെയാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ഒരു മൂവിങ് ഓൺ ആണ് നമ്മളിവിടെ നോക്കുന്നത്. അല്ലെങ്കിൽ അവർ തീർത്തും ആ ഒരു എനർജി റിലീസ് ചെയ്ത് ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് അവരുടെ മാർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയതുപോലെ നമുക്ക് തോന്നാറുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. എന്തൊക്കെ ചെയ്തിട്ട് റിസൾട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? മാനസികമായിട്ട് വളരെ ഒരു നൈരാശ്യത്തിലേക്ക് പോകും. എന്ത് ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ? ഞാൻ മാത്രം ഗുണം പിടിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒരു റിസൾട്ട് ഇല്ലാണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ പ്രയത്നിച്ച് പ്രയത്നിച്ച് മടുത്തുകൊണ്ടിരിക്കും. ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അത് വളരെയധികം ഒരു താഴ്ചയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പലരും പോവാറുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷൻ അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളെ പുറകെ നടന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിധി മറ്റെന്തോ ആണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തോ നമ്മൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണത് നമ്മൾ എന്ത് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാതെ അങ്ങനെ മുരടിച്ച് കിടക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ മാറ്റി, അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ നിന്ന് നമ്മൾ മാറേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആ യൂണിവേഴ്സ് അത് നമുക്ക് ചിലപ്പോൾ ഒരു നമ്മളോട് നേരിട്ട് വന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പല പല അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ വീണ്ടും 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 ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തോ അതിനകത്ത് ഉണ്ടല്ലോ എന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ. എന്തോ ഒരു മെസ്സേജ് ആണല്ലോ അത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നവരോടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അവിടെ എന്തൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വഴി ശരിയല്ല, ഞാൻ വേറെ എന്തോ മാറി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൈൻഡ് വോയിസ് ഒക്കെ പറയുന്നത് നമ്മൾ ആ ഒരു കേൾക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല, കാരണം സിറ്റുവേഷൻ ഓൾറെഡി എടുത്തതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു
കാര്യമാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥ ഇതാണോ? എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലവർ എങ്ങനെ ആയിരിക്കില്ല, റിലേഷൻഷിപ്പ് ഓക്കെ ആയിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ പേര് നമുക്ക് കമൻസിലൂടെ പേഴ്സണിലേക്ക് മെസ്സേജ് അയച്ചായിരുന്നു, റിലേഷൻഷിപ്പ് ഓക്കെ ആയി പേഴ്സൺ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടവരുണ്ട്. വീണ്ടും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ആയിപ്പോയവരുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ പേഴ്സണ് ഒരു ചെറിയ സംശയമുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ലൈഫ് അങ്ങനെ അങ്ങനെ തുടർന്ന് പോവുക. ഇപ്പോൾ നമ്മളിവിടെ കണ്ട പോലത്തെ ലൈഫുള്ളവരാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയോ, എന്തെങ്കിലും മാറി ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് അത് അനലൈസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അപ്പം നമ്മളുടെ ലൈഫിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, എങ്ങനെ പോകണം എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടതാണ്. അതായത് ആ ഒരു വ്യക്തി റിലേഷൻഷിപ്പിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ എപ്പോഴും റീഡിംഗ് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇനി റീഡിംഗ് കാണണോ എന്നോട് ചോദിച്ചു. റീഡിംഗ് കാണണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യമാണ്. റീഡിംഗ് ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് കാണാതിരിക്കാം, സ്കിപ്പ് ചെയ്ത് പോവാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ മൂവ് ഓൺ ചെയ്യാനായിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് കാണരുത് എന്ന് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ മൂവ് ഓൺ ചെയ്യണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലവർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇനി ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീഡിംഗ് കണ്ടത് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഓരോ റീഡിംഗ് എന്ന് പറയുന്നതും അതൊരു മാനിഫെസ്റ്റേഷനായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ ആ ഒരു പേഴ്സണെ ഓർത്ത് ഓർത്ത് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു എനർജി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ മൂവ് ഓൺ ചെയ്യുന്നവർ അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാത്ത വ്യക്തികളാണ് ആ ഒരു പേഴ്സണുമായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ അത് ഓക്കെ ആക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്കത് നിങ്ങളുടെ ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടത്താനായിട്ടും ഉപകരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ചോയ്സാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിലും അത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.